ഹലോ ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു കറിയായിട്ടാണ്. പാവയ്ക്ക വെച്ചിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി മീഡിയം സൈസിലുള്ള ഒരു 3 പാവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല റൗണ്ട് സ്ലൈസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പം നമ്മൾ ഇതിനകത്തോട്ടുള്ള ഈ കുരു എല്ലാം നമ്മൾ മാറ്റിക്കളയണേ. ഇതുപോലെ കുരു എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റിക്കളയുക. എന്നിട്ട് വെള്ളത്തിലിട്ട് വൃത്തിയായി കഴുകി മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഒരു പാന് വെച്ച് എണ്ണ ഒഴിച്ച് നമ്മളിത് ഈ പാവയ്ക്കെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല, ജസ്റ്റ് ഒരു മീഡിയം രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം അത് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഏതാണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് കോരി മാറ്റി വയ്ക്കാം. ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേറൊരു പാത്രം വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം കടുകിട്ട് കൊടുക്കുവാണ്. പിന്നെ ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വറ്റൽ മുളക് 2 എണ്ണം, കറിവേപ്പില, പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടിപ്പോൾ വഴറ്റിയെടുക്കുക. ഒരു സവാള നീളത്തിലരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക, പച്ചമണം മാറുന്നവരെ. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഈ പാവയ്ക്ക കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം പുളി പിഴിഞ്ഞ വെള്ളമാണ് ഇത്, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു സ്വല്പം വെള്ളം കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ രീതിയിൽ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ ഒത്തിരി നല്ല കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പാവയ്ക്ക ഇഷ്ടപ്പെടുന്നവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.